6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ ലംഘനം ചെയ്തപ്പോൾ 6 എന്നുള്ള സംഖ്യ സാത്താന്യമായി. ആറിന്റെ അക്കവും പെരുക്കമല്ല, സാത്താന്യമാണ്. 1-2 തെളിവ്, ഇഷ്ടം പോലെ തെളിവുണ്ട്, 1-2 തെളിവ് തരാം. അതുകൊണ്ടാണ് ഈ 6 മുഴ ഉയരം ഇവന്. ഇനി മിസ്രയീമിന് ജനിച്ച പിള്ളേർ 6. അതെ, നമ്മൾ 10:13 വായിച്ചത്. മിസ്രയീമോ, എണ്ണിക്കെ 6 പിള്ളേര്. മിസ്രയീമോ 10:13. മിസ്രയീമിന് 6 പിള്ളേരാ ജനിച്ച്. മിസ്രയീമോ 6 അപ്പൊ ഈ 6 സാത്താന്റെ കണക്കായതുകൊണ്ട് ശപിക്കപ്പെട്ട മിസ്രയീമിന് ജനിച്ചത് 6 പിള്ളേര്. ഇനി ഒരു തെളിവൂടെ തരാം. മിസ്രയീമിലെ ഭക്ഷണം അതും 6. വായിച്ചേ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-5. മിസ്രയീമിലെ ഭക്ഷണത്തിന്റെ എണ്ണം പറഞ്ഞേക്കുന്ന 6. വായിക്കും, ചടിയടാന്ന് വായിച്ചോ. 11:4 താഴത്തെ ആ കണ്ണി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹങ്ങളായി. ഇസ്രായേൽ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, എണ്ണിക്കോണം, തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. അത്രേ ഉള്ളൂ. 6 അക്കം പോയത് കണ്ടോ? 6 സാധാരണ കണക്കായതുകൊണ്ട് ശപിക്കപ്പെട്ട മിസ്രയീമിന് 6 പിള്ളേര്. മിസ്രയീമിലെ ഭക്ഷണം 6. ഇനിയുണ്ട് തെളിവ്. ദൂരാസമഭൂമിയിൽ നിർത്തിയ ബിംബം, അവിടെ വായിക്കുന്ന ഉയരം 60 മുഴം. ദാനിയേൽ 3:1. ദാനിയേൽ 3:1. ഉയരം 60 മുഴം. 6ന്റെ കണക്ക് വന്ന കണ്ടോ? അടുത്തത് വണ്ണം 6 മുഴം. അപ്പൊ എല്ലാം 6ന്റെ കണക്കായി പോകുന്നത്. അപ്പോൾ ശപിക്കപ്പെട്ട മിസ്രയീമിന് 6 പിള്ളേര്. മിസ്രയീമിലെ ഭക്ഷണം 6, ബിംബത്തിന്റെ ഉയരം 60 മുഴം, വണ്ണം 6. ഇനിയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താന്റെ മുദ്രയെ പറ്റി പറയുമ്പോൾ 6 3 അല്ലേ? 3 അല്ല, 666. 3 യാന്ന് പറഞ്ഞ അവിടെ ചെന്നാൽ നല്ല തേമ്പ് കിട്ടും. അപ്പൊ 6. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവുമല്ല സാധാന്യമാണ്. ഇനി വേറൊരു യുക്തിപരമായിട്ടൊരു ചിന്ത പറയാം. നമ്മുടെ പഴയ പെന്തിക്കോസുകാരുടെ സഭാഗോളെല്ലാം 60 അടി നീളമാണ്. അടിയുടെ ആറാട്ടാവിടെ. പഴയ ഹോളുകളെല്ലാം പഴയ അപ്പച്ചന്മാര് പറഞ്ഞ 60 അടി നീളത്തിൽ പണിയിടാം, എന്നാലേ ആഞ്ഞടിക്കാൻ പറ്റുള്ളൂ. തച്ചുശാസ്ത്രവും സംഖ്യാശാസ്ത്രം, വേദപുസ്തക സംഖ്യാപ്രകാരം അവന്റെ കണക്കാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല, അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ 6 മുഴ ഉയരമുള്ള ഇവൻ തനി പിശാച, ഗോലിയാത്ത്. ഈ ആരാധന അങ്ങോട്ട് ശക്തിപ്പെട്ടപ്പോൾ, അങ്ങനെ ചിന്തിച്ചു, ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ശക്തിപ്പെട്ടപ്പോൾ ഇവൻ രംഗത്ത് വന്നു, ഗോലിയാത്ത്. ഇവൻ വന്നിങ്ങനെ എനിക്ക് 6 മുഴം. നമ്മുടെ അടിക്കണക്കല്ല, എബ്രായ അടിക്കണക്കാ. ഏതാണ്ട് വേദ പഠിതാക്കൾ പറഞ്ഞത് നമ്മുടെ അടിക്കണക്ക് വെച്ച് 9 അടിയിൽ മുകളിൽ വരും. അത്രയ്ക്ക് നെടുപ്പമുള്ള ഒരുത്തൻ. ഇവൻ ഇങ്ങനെ വന്ന് നിൽക്കുക, ഗോലിയാത്ത്. ഈ ഗോലിയാത്തിന്റെ ഒരു പ്രകൃതി, വന്ന ഉടനെ അവൻ പൽസിക്കത്തില്ല. നമ്മൾ വന്നങ്ങോട്ട് കസാര ഇരുന്നോണെ പൽസിക്കുന്നു. ആരെയാന്നോ? ശുഭനാ. ഈ ഗോലിയാത്ത് വന്ന ഉടനെ പൽസിക്കത്തില്ല. ഗോലിയാത്ത് വന്നേച്ച് ഇവരെ എല്ലാം ഒന്ന് നോക്കി, ഇസ്രായേൽ മക്കളെ എല്ലാം ഒന്ന് നോക്കി. അപ്പം BTH, BD, MDV, MDH, റിസർച്ച്, കൗൺസിലർ, കൗൺസിലിങ്, പ്രാർത്ഥന, ആരാധന, കൗൺസിലിങ്, ഫയർ കോൺഫറൻസിന്റെ ആള്, പവർ കോൺഫറൻസിന്റെ ആള്, എല്ലാവരും ഉണ്ട്. ഷമ്മ, ഏലിയാബ്, ഷിമയി, അബ്നേര്, ഷൗല്, എല്ലാം മിടുക്കന്മാരാ. അപ്പൊ ഈ ഗോലിയാത്ത് വന്ന് ഇവരെ എല്ലാരും നോക്കി പറഞ്ഞു, BTH ആന്ന് പറഞ്ഞു. BD, MDV, കൗൺസിൽ, യായിന് കാണുന്നതിലല്ലോ വിഷയമാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ജനറൽ. ആയിക്കോട്ടെ. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സോണൽ. അല്ല, എല്ലാരെയും കൂടെ പെടുത്തണമല്ലോ, എന്തിനാ ഒരാളെ മാത്രം പറയാൻ? അപ്പൊ ഈ ഗോലിയാത്ത് വന്ന് ഇവരെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ വെല്ലുവിളിയാ.
അവിടെ വായിക്കുന്നത് അവൻ നിന്ന് ഇസ്രായേൽ മക്കളോട് വിളിച്ചു പറഞ്ഞത്. 8-ാം വാക്യം വായിച്ചേ. സമയം പോകുന്നുണ്ട്, ഓടിച്ചു പറയാം. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നതിന് ഞാൻ ഫെലിസ്തീന്, നിങ്ങൾ ശൗലിന്റെ ജയപകരും അല്ലയോ? പിന്നെ നിങ്ങൾ ഒരുത്തനെ, നിങ്ങൾക്കൊരു എലക്ഷൻ തരിക, തെരഞ്ഞെടുപ്പ്. വോട്ടിട്ടോ, ചീട്ടിട്ടോ, കള്ളയോട്ടിട്ടോ, കാശ് കൊടുത്തോ, കാല് വാരിയോ, കുതികാല് വെട്ടിയോ, പള്ളു പറഞ്ഞോ, അവന്റെ കോതുകാല് വെച്ചോ, നിങ്ങൾ എന്തേലും ഒന്ന് പറ. ഒന്നേ സ്തോത്രം പറ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ പറയണം, ഇല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്നെങ്കിലും പറ. സ്തോത്രം. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഗോലിയാത്ത് പറയാം, നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് വായിച്ചേ. ആ തെരഞ്ഞെടുത്ത അവനെ ഓഫീസിൽ ഇരുത്തരുത്, പടക്കളത്തിലോട്ട് ഇറക്കി വിടണം. ഇറക്കി വിടുക. പിന്നെ അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. അല്ല, ഞാൻ അവനെ കൊന്ന് വകവരുത്തിയാൽ നിങ്ങളല്ല എനിക്കടിമ. ഇതാ വെല്ലുവിളിയുടെ സാരാംശം. എന്ന് പറഞ്ഞ എല്ലാവരുടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഒന്നും വെക്കേണ്ട, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരുതാന്ന് ഫൈറ്റ് ചെയ്യാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. ഇതാണ് ഗോലിയാത്തിന്റെ വെല്ലുവിളി. ഞാൻ ഓടിച്ചു പറയാ, വിശദീകരിക്കുന്നില്ല. ഗോലിയാത്ത് ഇങ്ങനെ വന്ന് വെല്ലുവിളിക്കുക, നിങ്ങളൊരുത്തനെ തെരഞ്ഞെടുക്കുക, അവൻ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ കൊന്നൊടുക്കിയാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്കടിമ. അതല്ല, അവൻ എന്നെ കൊന്നാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. ഇതാ വെല്ലുവിളി. ഈ വെല്ലുവിളി ഇവൻ ഇങ്ങനെ നടത്തിയപ്പോൾ എന്തോ സംഭവിച്ചു. 24-ാം വാക്യം. 24. അവനെ കണ്ടപ്പോൾ, എന്ന് പറഞ്ഞാൽ ഇവന്റെ നിപ്പും നിലപാടും ചൊല്ലുത്തുവള. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു. അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഇനി വേറൊരു ചിന്ത പറയാം. ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചത്, ഇങ്ങോട്ടിറങ്ങി വാ, ഞാനും വരിക, യുദ്ധം ചെയ്യാന്ന് മാത്രമല്ല. വേദ ചിന്തകന്മാര് പറയുന്നത്, ഇവൻ വെല്ലുവിളിച്ചിട്ട്, മുമ്പ് സൂചിപ്പിച്ചല്ലോ, 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്. ഇവൻ വെല്ലുവിളി നടത്തിയേച്ച് 5 ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നാമം ചൊല്ലും. 5 ദൈവങ്ങളുടെ ഇവൻ നാമം ചൊല്ലുന്നവനാ. 43-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി എന്നൊരു വാക്യം കൊണ്ട് വായിച്ചേ. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. അപ്പൊ ഇവൻ നാമം ചൊല്ലുന്നവനാ. ആര്? ഗോലിയാത്ത്. 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. ചുമ്മാ വെല്ലുവിളി മാത്രമല്ല, ഒരുത്തം പാടാ ഞാനും വരാന്ന് പറയല്ല. ഇത് പറഞ്ഞേച്ച് ഇവൻ നാമം ചൊല്ലും. നന്നായിട്ട് നാമം ചൊല്ലും. നമ്മളും കണ്ടതല്ലേ, റോഡ് നിറച്ച് ബ്ലോക്കായത്. എനിക്കൊന്ന് അവിടെ യോഗത്തിന് വന്നപ്പോഴാ സ്തോത്രം. അവൻ നാമം ചൊല്ലും. ഗോലിയാത്ത് ഇവൻ ദേവന്മാരുടെ നാമം ചൊല്ലി. ഇനി ദേവന്മാരുടെ നാമം ചൊല്ലിയത് എങ്ങനെയാന്ന് പറയാം. 16-ാമത്തെ വാക്യം വായിച്ച എങ്ങനെയാ ചൊല്ലിയത്, എപ്പോഴാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഫെലിസ്ത്യൻ 40 ദിവസം. അപ്പൊ നാമം ചൊല്ലിയത് എപ്പോഴാ? 40 ദിവസവും നാമം ചൊല്ലിയെന്ന്. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം. ഇങ്ങനെ ചിന്തിച്ചു, ഇവൻ വെല്ലുവിളിച്ചിട്ട് നാമം ചൊല്ലും 5 ദൈവങ്ങളുടെ നാമം. ഗത്തിലെ ദേവൻ, എക്രോന്യ ദേവൻ, ഗസകിലെ ദേവൻ, അസ്കലോന്യ ദേവൻ. ഈ ദേവന്മാരുടെ നാമം ചൊല്ലും. നിന്ന് ചൊല്ലുക. അത് എത്ര ദിവസമാ? 40 ദിവസം. അത് മുടങ്ങാതെ. മാത്രമാണല്ലോ രാവിലെയും വൈകുന്നേരവും. ഈ ശാശാന്നയിലും എന്ത് മാതൃകാപരമായിട്ടാ നാമം ചൊല്ലുന്നത്. നമ്മളൊരു സ്തോത്രം പറഞ്ഞേച്ച് പിന്നെ ആയുസ് മിണ്ടുകയല്ല. യോഗത്തിന് വന്നപ്പോ ഒരു സ്തോത്രം പറഞ്ഞേച്ച് പിന്നെ ഇരിക്കുക. പിന്നെ മിണ്ടുകയല്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, സ്തുതിച്ചാട്ടെ. ഇയാൾക്ക് പിന്നെ എന്നാ പരിപാടി? 40 ദിവസം രാവിലെയും വൈകിട്ടും
മുടങ്ങാതെ അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലിയെന്ന്. ഈ നാമം ചൊല്ലുന്നത് പതുക്കെയല്ല, അതാ വിചിത്രം. എല്ലാരും കേൾക്കെ. അണ്ട 18-ാം വാക്യം വായിച്ചേ, അല്ല 12-ാം വാക്യം, 11 മുതൽ. എന്നാൽ ദാവീദ് 11-ാം വാക്യം വായിച്ചേ. ഫെലിസ്ത്യന്റെ ഈ വാക്ക് ശൗലും എല്ലാ ഇസ്രായേലിനും കേട്ടപ്പോൾ എല്ലാരും കേൾക്കയാ ഇത് ചൊല്ലിയത്. എങ്ങനുണ്ട്? ഇവർ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ടും മന്ത്രം ചൊല്ലും, 40 ദിവസം ചൊല്ലും, അത് മുടങ്ങാതെ ചൊല്ലും, എല്ലാരും കേൾക്ക ചൊല്ലും. നീ ഒരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്നവൻ പോലും കേൾക്കുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പറയും 90 കിലോ ഉണ്ട്, നീ ഇന്ന് വരെ 1/2 കിലോയുടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? 2 കോഴിയെ പൊരിച്ചാ നീ അങ്ങകത്താക്കുമല്ലോ. 1 കിലോയുടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? ഷാശാന്നേലും അവനെ കണ്ടുപഠിക്ക്. അവൻ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ട് മന്ത്രം ചൊല്ലും, 40 ദിവസവും ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും, എല്ലാരും കേൾക്കുകയും ചൊല്ലും. അങ്ങനെയെങ്കിൽ അഖിലാണ്ടം കണ്ട ഉടയവനായ ദൈവത്തെ, നിനക്ക് വേണ്ടി ജീവനെ തന്ന ദൈവത്തെ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ദൈവത്തെ, നമുക്ക് വേണ്ടി പ്രാണനെ തന്ന കർത്താവിന് ഉച്ചൈസ്തരം അവനെ സ്തുതിക്കണമെന്നായി പറഞ്ഞത്. കയ്യും കെട്ടി വായു പൂട്ടി അല്ലിരിക്കേണ്ടത്, അവൻ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവന്റെ 40 ദിവസവും വെല്ലുവിളിച്ച്, ഇങ്ങനെ വെല്ലുവിളിച്ച് മന്ത്രം ചൊല്ലുക, വേദമന്ത്രം ചൊല്ലുക രാവിലെയും വൈകിട്ട്. നിങ്ങൾ ചിന്തിച്ച്, നമ്മുടെ വീടുകളിലൊന്നും അങ്ങനെ മിക്ക വീട്ടിലും രാവിലെ പ്രാർത്ഥനയില്ല. നിങ്ങൾ ഹൈന്ദവരെ പഠിച്ചേ, കാറ്റാന്നേലും മഴയാന്നേലും കൊടുങ്കാറ്റാന്നേലും ഇടിവെട്ടിയാലും സുനാമി ആന്നേലും എന്തോ കുന്തം വന്നാലും കൊള്ളാം, കൃത്യം 4:45 റെക്കാർഡിടും. കൃത്യം 4:45. ശ്രദ്ധിച്ചോണം. പെർമനന്റ് കോളാമ്പി കെട്ടിവെച്ചിരിക്കുക. ആലാന്നേ ആല്, തൂണാന്നേ തൂണ്, മരമാന്നേ മരം, എവിടെ പെർമനന്റ്. കൃത്യം 4:45 ഒരു 6:15 വരെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ. അതിങ്ങനെ സ്തുതി ഗീതങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5:30 ആകുമ്പോൾ അന്തരീക്ഷം മുഴുവൻ ഈ മന്ത്രത്തിന് മുഖരിതമാണ്. അന്നേരം പെന്തിക്കോസുകാരൻ വൈകിട്ട് നല്ല പൂണന്റെ തീറ്റി നിന്നേച്ച് 5 മണിയാകുമ്പം നല്ല പിള്ളേർ വെളിയിൽ നിന്ന് തന്ന പുതപ്പ് ഒന്നുകൂടെ പുതച്ച് ഫാൻ 5 കടന്നത് തിരിച്ച് 1 ഒന്ന് നോക്കിയിട്ട് പിന്നെ നല്ല സുഖമായിട്ട് അന്നേരം അവിടെ ചൊല്ലി അന്തരീക്ഷം മുഴുവൻ മന്ത്രോച്ചാരണം കൊണ്ട് നിറയുക. അത് 6:15 അവരുടെ പരിപാടി നിൽക്കും. അന്നേരം നമ്മൾ പെന്തിക്കോസുകാർ 7:15 അതൊക്കെ എഴുന്നേറ്റ് വന്നു തൂത്തേച്ച് ഒരു കോപ്പ കാപ്പി പാപോലും കഴുകാതെ വിഡി അത് മുഴുവൻ അങ്ങ് മാറ്റി എന്നിട്ട് ചെല്ല് ആ കട്ടിലെന്ന് പതുക്കെ ഇങ്ങനെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, മനമേ പക്ഷി എന്തിനാടാ നീ ഇങ്ങനെ ജീവിക്കുന്നത്? ഉള്ള പൂണന്റെ തീറ്റി തിന്നേച്ച് രാവിലെ പ്രാർത്ഥിക്കാതെ നീയും വെമ്പളയും ഇന്ന് രാത്രി നിന്നോടും കൂടെ ആ ദൂത് പറയുന്നത്, നീ രാവിലെ ദൈവസന്നിധി ഇരിക്കേ. അവൻ കയറി അന്തരീക്ഷം ബന്ധിക്കുക. അന്തരീക്ഷം ബന്ധിക്കുമ്പോൾ പെന്തിക്കോസുകാരാ, നീ മാണ്ട് കിടക്കാതെ നീ രാവിലെ ഉണർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ കുടുംബത്തിനകത്ത് ആരാധന ഉയരട്ടെ, നിന്റെ വീടിനകത്ത് പ്രാർത്ഥന ഉയരട്ടെ, നിന്റെ ഭവനത്തിൽ സ്തുതി സ്തോത്രം ഉയരട്ടെ. ഹല്ലേലൂയ. രാവിലെ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തിന് സ്തോത്രം പറ, ദൈവത്തെ ആരാധിക്ക്, നിന്റെ കുടുംബത്തിൽ സ്തോത്രയാഗം ഉയരട്ടെ. വേച്ചാൻ സിപ്പിട്ടത് ഞാൻ നിർത്താൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഒരു അല്പം കൂടെ എടുത്തിട്ടേ നിർത്തുന്നുള്ളൂ. പിന്നെ ഇച്ചിരി എടുത്തോട്ടെ. വേച്ചാവരും ഞാൻ വേച്ചാന് പോണോ? ഞാൻ നല്ല കാര്യമാ പറയുന്നത്. സ്തോത്രം. ഞാൻ ഹൃദയവേദനയോടാ ഇത് പറയുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് ആരാധന ഉയരണം. കുഞ്ഞുങ്ങളുമായിട്ട് രാവിലെ ഇരുന്ന് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ ഭവനത്തിൽ സ്തോത്രം ഉയരട്ടെന്ന്, ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. ഈ സൗത്ത് സോണലിന്റെ ഈ ഉപവാസ പ്രാർത്ഥന ഒരു വലത്തെ രാത്രിയിൽ പറയാനുള്ള ദൂത് ഒന്നും നടന്നില്ലെങ്കിലും കുടുംബാരാധന ശക്തമാക്ക്. രാവിലെ വൈകിട്ട് പ്രാർത്ഥന ഉയരട്ടെ, രാവിലെ വൈകിട്ട് ആരാധന ഉയരട്ടെ.
ഗോലിയാത്തിനെ കണ്ടുപിടിക്കും. രാവിലെ വൈകിട്ട് മുടങ്ങാറ് 40 ദിവസം നാമം ചൊല്ലിയൊന്ന് എല്ലാരും കേക്ക്. ഇവനിങ്ങനെ വേലമന്ത്രം ചൊല്ലി വെല്ലു വിളിച്ചപ്പോൾ 24 വാക്യം പറയാ, അവനെ കണ്ടപ്പോൾ ഇസ്രായേലല്ല, അവനെ കണ്ടപ്പോൾ ഇസ്രായേൽക്കൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു. അവന്റെ മുമ്പിൽ നിന്ന് ഓടി. കുറുവാക്യം മറക്കരുത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടുവന്ന. ഇതിപ്പോ നേരെ തിരിഞ്ഞു. ഗോലിയാത്ത് എതിർത്ത് വന്നപ്പോൾ ഇവര് ഓടി. എങ്ങോട്ട് ഓടി? അവിടെ വായിക്കുന്നത്, അവനെ കണ്ടപ്പോൾ ഇസ്രായേൽ എല്ലാം ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. ഈ മുൻപിൽ നിന്ന് എന്നേക്കാൾ ജ്ഞാനമുള്ള ആളാന്നറിയാം. അവന്റെ മുൻപിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞ എങ്ങോട്ട് ഓടിയെന്ന? പുറകോട്ട് ഓടി. യാക്കോബ് പറഞ്ഞത് എതിർത്ത് നിൽക്ക്, അവൻ ഓടുവന്ന. പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞു. അവൻ എതിർത്തപ്പോ ഇവര് പുറകോട്ട് ഓടി. ചില കാര്യോടെ പറഞ്ഞ് വേഗത്തിൽ അങ്ങ് നിർത്താം. ഈ മല്ലനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ച് ഈ വേലമന്ത്രം ചൊല്ലി ഇവനിങ്ങനെ ചൊല്ലി നിന്നപ്പം ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പുറകോട്ട് ഓടി. ഓടാൻ കാരണം നിങ്ങൾ എന്തേലും എന്ന് പറ, നമുക്ക് പോകണ്ടേ? ഓടാൻ കാരണം ഭയപ്പെട്ടെന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയമല്ല. ഇവര് ഈ ശൗലിന്റെ കൂടെ ഉള്ളവര് പേടിത്തൊണ്ടന്മാരല്ല. ഒരു വാക്യം വായിച്ചേ, 14:52. ചടികടാന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് പോകാം, ഇല്ലേ പിന്നെ സമയം പോകും. 14:52. ശൗലിന്റെ കൂടെ ഉള്ളവരാരാ? ആ ചെറിയ കണ്ണിക 15 നേരെ. ശൗലിന്റെ കാലത്തൊക്കെയും ശൗലിന്റെ കാലത്തൊക്കെ പെരിസ്യരോട് കടനയുദ്ധമുണ്ടെന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തു. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും. പേടിത്തൊണ്ടന്മാരല്ലോ, അല്ല. തെളിഞ്ഞല്ലോ, വീരന്മാരും എന്ന് പറഞ്ഞ ശൗല് രാജവീതി കൂടെ ഉലാത്തുമ്പോൾ തടിവന്റെ ഇടമുള്ള ദൃഢഗാത്രന്മാർ ആരെയും കണ്ടപ്പോൾ ശൗല് നോട്ട് ചെയ്ത് പടയാളികളോട് സേവകരോട് പറയും അവനെ പാലസിലോട്ട് വിളിച്ചേക്കാൻ. രാജാവ് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പാലസ് വന്നു കഴിയുമ്പോൾ അവൻ വന്നാൽ ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. ഇന്ന ആളാ, പട്ടാളത്തിൽ അപ്പോയിന്റ്മെന്റ് ആണ്. കാരണം വീരനെയോ ശൂരനെയോ കണ്ടാൽ വിടുകയല്ല, കൂടെ നിർത്തും. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരെല്ലാം വീരന്മാരും. അതാ ഞാൻ പറഞ്ഞ BTH, BD, MDU, MDH, റിസർച്ചും സൈക്കാട്രിസ്റ്റും കൗൺസിലറും എല്ലാം മിടുക്കന്മാരാ. പിന്നെ ആകെ പോഷനായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. എനിക്ക് കുടുംബശ്രേഷ്ഠതയില്ല, കളറുമില്ല, സ്വരമാണ് ഒട്ടും. മാനുഷികമായി പിന്നെ ആകെ അഭിഷേകം ഉള്ളത് കൊണ്ട് അത് മതി. ശൗലിന്റെ കൂടെ ഉള്ളവരെല്ലാം വീരന്മാരും അപ്പൊ പേടിത്തൊണ്ടന്മാരല്ല. അപ്പൊ ഈ വീരശൂര പരാക്രമികൾ പിന്നെ പുറകോട്ട് ഓടിയത്? എല്ലാം വീരന്മാരും ശൂരന്മാരും അല്ലേ, പിന്നെന്തിനാ പുറകോട്ടോ? അത് പറഞ്ഞു നിർത്താം. എന്തായാലും നിങ്ങൾ പോകുമ്പോ എന്തേലും പള്ളു പറയും, അയാൾക്ക് അത്രയും സമയം എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുമെന്ന് എനിക്കറിയാം. എന്തായാലും പണ്ടൊരാള് പറഞ്ഞ പോലെ ചത്താലും ചത്തില്ലേലും ചവടക്കാം. അപ്പൊ അതുകൊണ്ട് ഏതായാലും അങ്ങ് പറയാം, ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമാന്നേ വരട്ടെ. ഈ വീരന്മാര് ശൂരന്മാര് പുറകോട്ട് ഓടിയെന്ന, പേടിത്തൊണ്ടന്മാരല്ല. പിന്നെ എന്തുകൊണ്ട് ഇവര് പുറകോട്ട് ഓടാൻ കാര്യം, പണ്ട് ഇസ്രായേലി പെലിസ്ത്യര് ഒരു തന്ത്രം ഉണ്ടാക്കി. ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത, ഇസ്രായേലിൽ കൊല്ലന്മാരുടെ അയ്യരുകളില്ല. കൊല്ലന്മാരുടെ എമ്പടി കൊല്ലന്മാരാ. കൊല്ലന്റെ പണി എന്നാ? ആയുധം ഉണ്ടാക്കുക. പെന്തിക്കോസ്കാരന്റെ പണി എന്നാ? പാര വെക്കുന്നതാണോ? അവനുണ്ടാക്കുന്ന മുടുത്ത പാരെടുത്ത് കുഞ്ഞുഞ്ഞെന്ന് വെച്ചാൽ ചണങ്ങാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക വെച്ച പാര കേൾക്കുന്നുണ്ടോ. നമ്മുടെ പണി ആയുധപ്പുര കയറുക. നമ്മുടെ ആയുധപ്പുര പ്രാർത്ഥനാമുറിയാ. പെന്തിക്കോസുകാരന്റെ ആയുധപ്പുര പ്രാർത്ഥനാമുറിയാ. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അപ്പൊ ഇസ്രായേലിൽ ഈ കൊല്ലന്മാരുടെ അയ്യരുകളിയാ. ഈ കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. അപ്പൊ കൊല്ലൻ എമ്പിടി ഉള്ളത് കൊണ്ട് ആയുധം ഇഷ്ടം പോലെ ഉണ്ട്. ആയുധത്തിന് പഞ്ഞമില്ലാത്തതിനാൽ ഇസ്രായേൽ മക്കൾക്ക് യുദ്ധത്തിൽ ജയമാണ്.
യുദ്ധത്തിൽ ആയുധം ഒത്തിരി ഉണ്ട്. ഈ ആയുധം ഉള്ളത് കൊണ്ട് യുദ്ധത്തിൽ ജയം. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ചോദിച്ചു, ഇവന്മാര് വെച്ചടി ജയിക്കുകയാണല്ലോ, എന്നാ കാര്യം? അപ്പം ഫെലിസ്ത്യ മൂപ്പന്മാര് പറഞ്ഞത്, ജയിക്കാൻ കാര്യം അവരുടെ ഇടയിൽ ഇഷ്ടം പോലെ കൊല്ലനുണ്ട്. അതിന് കൊല്ലം പച്ചിരുമ്പ് കാച്ചി പഴിപ്പിക്കുക, അടിച്ച് ആയുധം ഉണ്ടാക്കി കൊടുക്കുക, കൂത്തിയിരുന്ന് പച്ചിരുമ്പ് പഴിപ്പിക്കുക. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ടെന്ന്, പച്ചിരുമ്പ് കാച്ചി പഴിപ്പിക്കുന്നെന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരുണ്ടെന്ന്. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി പറഞ്ഞു, അവര് ഇഷ്ടം പോലെ കൊല്ലനുണ്ട്, കൊല്ലനുള്ള കൊണ്ട് ആയുധത്തിന് വഞ്ഞമില്ലാത്ത യുദ്ധത്തിൽ ചെയ്യാം. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി, അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലെ കൊല്ലനെ എല്ലാം അങ്ങ് ഒതുക്കിയേക്കാൻ. ഇസ്രായേലിലെ വെച്ചാൽ ഇത് പോയാൽ കിട്ടത്തില്ല, അതിനാ ഇരിക്കാൻ പറഞ്ഞേ. പിന്നെ ഇസ്രായേലിലെ കൊല്ലനെയല്ല ഒതുക്കുക. അങ്ങനെ ഒതുക്കി ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലനില്ല. വായിച്ചേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 13:19 മുതൽ വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല. ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. കണ്ടോ, മാഷി ഇട്ട് നോക്കിയ ഒരെണ്ണത്തിന്. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരൊറ്റ കൊല്ലനെ കാണാനില്ലായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥിക്കുന്നവരില്ലല്ലോ, കുറച്ച് അധികമില്ല. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പ്രാർത്ഥനയെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ പറ്റി ഉപന്യാസം എഴുതുന്നവര് ഉണ്ട്, പ്രാർത്ഥനയെ പറ്റി ബുക്ക് എഴുതുന്നവരാണ്. അതൊക്കെ തെറ്റാന്നല്ല, നല്ലതാണ്. പ്രാർത്ഥനയുടെ ഗ്രീക്കും ഹീബ്രുവും മൂലഭാഷയും പഠിപ്പിക്കുന്ന ആൾക്കാര് അത് വേണ്ടെന്നല്ല, നല്ലതാണ്. എന്താണ് പ്രാർത്ഥന? സബ്ജക്റ്റാ. എന്താണ് പ്രാർത്ഥന, എന്തല്ല പ്രാർത്ഥന? നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് പ്രാർത്ഥിക്കരുത്. നീ കഥേരയിലിരുന്നോ, നിലത്തിരുന്നോ, വായിലിരുന്നോ, നീ ഒല്ലച്ചാതെ എങ്ങനെയും അങ്ങ് പ്രാർത്ഥിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ? പ്രാർത്ഥനയുടെ ഗ്രീക്ക് തപ്പി ഊപ്പാട് വരികയല്ല, നീ 5 മിനിറ്റ് പ്രാർത്ഥിക്കൂ. അല്ല, ഇപ്പൊ ഒറ്റ കൊല്ലനെ കാണാനില്ല. വായിരേ, എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും എന്നാ ഒരു മടുപ്പ്, ഒരു കൊല്ലനെ കാണുവാൻ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ഒറ്റ കൊല്ലനെ കാണുവാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യര് പറഞ്ഞു. അവര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി, ഇവര് വാളും കുന്തവും തീർക്കരുത്, അതിനാ കൊല്ലനെ ഒതുക്കിയത്. അടുത്തത്, ഇസ്രായേലിയർ തങ്ങളുടെ കൊഴു കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യന്റെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഗതികേട് കണ്ടോ? ഇതെല്ലാം കൂടെ ചുമ്മിക്കട്ടി അങ്ങോട്ട് പോവുക. അവിടെ കോട്ടയത്ത് വിടുതലുണ്ട്, കോടിമത വിടുതലുണ്ട്, ബാംഗ്ലൂർ വിടുതലുണ്ട്, കൊട്ടാരക്കര വിടുതലുണ്ട്, തള്ളി താഴെ ഇടുന്നുണ്ട്, പേര് വിളിച്ച് പറയുന്നു, വണ്ടി നമ്പർ പറയുന്നു, ആമേൻ സ്തോത്രം, പേര് പറഞ്ഞു, സൂസി. എവിടെ ഭർത്താവ് ഒരു 50 പ്രാവശ്യം വിളിച്ചു സൂസി എന്ന് വിളി, മിണ്ടിയിട്ടുമില്ല, അവനെ അനുസരിച്ചിട്ടുമില്ല. എങ്ങാനും കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ കൊണ്ടുചെല്ലും. എന്നാൽ മൺവെട്ടി, മമ്മട്ടി, കലപ്പ, മുപ്പല്ലി എന്നിവയ്ക്കായിട്ട് മുടിക്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായി. അവർക്ക് ആരുടെ? ഫെലിസ്ത്യന്റെ. ഇങ്ങോട്ട് വെച്ചാൽ ഫെലിസ്ത്യന്റെ കയ്യിൽ അരമുണ്ട്. ഇവര് രാവിലെ ഇതെല്ലാം ചുമ്മിക്കെട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അവന്റെ ഇരിക്കുന്ന അരം കൊണ്ട് 2 രാഗ്, ചെന്നപ്പോ ഒരു രാഗ്, പോന്നപ്പോ ഒരു രാഗ് മതിയല്ലോ. വിവരിക്കാൻ നേരമില്ലാത്ത കൊണ്ടാ. അടുത്ത വാക്യമാണ് ശ്രദ്ധേയം, ഉറക്കെ സ്ഫുടമായിട്ട് വായിച്ചേ. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റൊരുത്തന് വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ പുറകോട്ട് ഓടിയത്. പേടിത്തൊണ്ടന്മാരല്ല, വീരന്മാര്, ശൂരന്മാരുമാ. പിന്നെ ഈ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവര് പുറകോട്ട് ഓടാൻ കാര്യം, ഒറ്റൊരുത്തന് വാളും ഒറ്റൊരുത്തന്റെ ആയുധമില്ല. ചുമ്മാ നിന്നിങ്ങനെ ഡയലോഗ് അടിക്കുന്നല്ലാതെ. പഴയ വീരശിവൊക്കെ പറയുക, ഒറ്റൊരുത്തന്റെ ആയുധം. ഇനി എനിക്ക് ഞാൻ പെട്ടെന്ന് നിർത്താം, അല്ലാതെ ഇപ്പൊ നടക്കുകയല്ല. ഇത് പറഞ്ഞില്ലേ എനിക്ക് രാത്രി നെഞ്ചുവേദനയും വയറ്റുവേദനയും ഉണ്ടാകും. അതുകൊണ്ടാ എന്നെ ഓർത്ത്
അധ്യക്ഷനോട് അനുവാദം ചോദിക്കണം. ഇത് പറഞ്ഞില്ലേ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ വേച്ചാനും അറിയാമല്ലോ, എടുക്കുന്ന ദൂത് കൊടുത്തില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുമോ? എന്തിനാ എൻ്റെ ഉറക്കം കളയുന്നേ? ഞാൻ ഇന്ന് രാത്രി ഉറങ്ങട്ടെ. വായിച്ചേ. അപ്പൊ ഈ ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും വാളുമില്ല കുന്തവുമില്ല. അതാ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോ പുറകോട്ട് ഓടിയത്. ഒറ്റ ഒരുത്തന്റെ വാളുമില്ല കുന്തവും ആയുധമില്ല. ഇനി എത്ര പേർക്ക് ആയുധമില്ലാത്തത് കണക്കുണ്ട്? വായിച്ചേ. ആയുധമില്ലാത്തതിന്റെ കണക്ക് ന്യായാധിപന്മാർ 5:6 മുതൽ വായിച്ചേ. എത്ര പേർക്കാണ് വാക്യമുണ്ട് കണക്ക്? ന്യായാധിപന്മാർ 5:6 മുതൽ വായിക്ക്. സമയം പോകുന്നു. അനാഥൻ പുത്രനായ ശങ്കരൻ നാളിൽ യായേലും കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോറയാകുന്ന ഞാൻ എഴുന്നേക്കുന്നവരെ ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രയേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്തത് ഇസ്രയേലിന് 40,000 മധ്യേ എത്ര പേർക്ക് ആയുധമില്ലാത്തത്? 40,000. 40,000 എണ്ണത്തിന് ആയുധമില്ല. നമ്മൾ പറയാ ഭയങ്കര ഗ്രോത്താ. ഒറ്റയൊരുത്തിന് ആയുധമില്ല. നേരത്തെ ചെന്നില്ലേ സീറ്റ്? പാർക്കിങ്ങിന് വളരെ ആയുധമില്ല. 40,000 എണ്ണത്തിന് ആയുധമില്ല. ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആയുധം പലർക്കും. ഞാൻ നിർത്തുക. ബാക്കി നമുക്ക് നാളെ സഭായത്തിന് വെക്കുന്നെങ്കിൽ 40,000 എണ്ണത്തിന് ആയുധമില്ല. ഇനി ഉള്ളത് ആർക്കാ? ആ 13-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയില്ലയോ? അല്ലല്ല മോളെ, ശാമുവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19 മുതലേ നമ്മളെ വായിച്ചത് മുമ്പേ. ആ വാക്യം അതിന്റെ മേളിൽ ഒരു വാക്യോടെ ചേർത്ത് വായിച്ചേ ദൈവദാസി. ഇസ്രായേൽ തങ്ങളുടെ കൊടിയോ കലപ്പ മഴു മമ്മട്ടി എന്നിവ കാഴ്ചപ്പാൻ പെലിസ്തീനിടയ്ക്ക് ചെല്ലേണ്ടി വന്നു. അടുത്തത് എന്നാ മമ്മട്ടി കലപ്പ മഴു എന്നിവയ്ക്കായിട്ട് മുടിങ്കോൾ കൂർപ്പിപ്പാനും. അടുത്ത വാക്യം ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെ ജനത്തിൽ ഒറ്റയൊരുത്തന് വാളും കുന്തവുമില്ല. ഉള്ളത് ആർക്കാ? ശൗലിനും അവന്റെ മകൻ. അപ്പൊ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചോ. മിടുക്കന്മാർക്ക് ആർക്കും ആയുധമില്ല. ഉള്ളത് ശൗലിനാ. അവന് പൂതോ. മനസ്സിലായോ? മിടുമിടുക്കന്മാരെല്ലാരും കൊണ്ട് പക്ഷെ ഒറ്റയൊരുത്തന് ആയുധമില്ല. ഉള്ളത് ശൗലിനാ. അവന് ഭൂതം. പുള്ളിക്ക് ഭൂതം കയറുമ്പോൾ നൊരയും പതയും ചാടും. അന്നേരം ദാവീദ് കിന്നരം എടുത്ത് വായിക്കും. അന്നേരം തിരുമേനിക്ക് ഒരു അല്പം ആശ്വാസം. അതാ ചെല്ല് പറഞ്ഞേ, ഇന്നത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം. എനിക്ക് ആ ഇടയ്ക്കത്തെ പാട്ട് പാടിയപ്പോൾ ഒരാശ്വാസം. അത് തിരുമേനിയുടെ ആത്മാവാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഈ നിലയെ പോയത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞത് എതിർത്ത് നിൽക്ക്, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഇത് അവൻ എതിർത്ത് വന്നപ്പോ ഇവര് പുറകോട്ട് ഓടി. ഓടാൻ കാരണം പേടിച്ചിട്ടല്ല, ഒറ്റയൊരുത്തൻ്റെ ആയുധമില്ല. ഉള്ളതാർ എത്ര പേർക്കില്ല? 40,000 എണ്ണത്തിന് ആയുധമില്ല. ഉള്ളതാർക്കാ? ശൗലിനും മകൻ യോനാഥാനും. ആ ഉള്ളവനോ ശൗലിന് ഭൂതം. എന്നാ അവന് ഭൂതമാ, അവന്റെ കയ്യിൽ ആയുധം ഉണ്ടല്ലോ. അങ്ങേർക്ക് ഭൂതമാ, കയ്യിൽ ആയുധം ഉണ്ടെന്നാ ആയുധം എങ്കിൽ വാങ്ങാന്ന് വെച്ചാൽ അതും കുഴപ്പടിയാ. എന്താ ശൗലിന്റെ ആയുധത്തിന് കുഴപ്പം? ദാവീദ് പാടിയല്ലോ ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ. ശൗല് മരിച്ചപ്പോൾ ദാവീദ് ഒരു വിലാപകാവ്യം പാടിയപ്പോൾ ആയുധത്തിന്റെ കുഴപ്പടി അവിടെ രേഖപ്പെടുത്തി. വായിച്ചേ ശാമുവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യം. ദാവീദ് അവനോട് 17 വായിച്ചു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും ദാവീദ് ശൗലിനെയും അവന്റെ മകൻ യോനാഥാനെയും കുറിച്ച് വിലാപകാവ്യം
ചൊല്ലി അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുമ്പോൾ കൽപ്പിച്ചത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത് ഇസ്രായേലേ നിന്റെ വിലാപകാവ്യമാ. ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നികിതന്മാരായി പട്ടുപോയതെങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്ത അസ്കലോം വീതികളിൽ ഘോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്. സന്തോഷിക്കരുത്. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത വാക്യം. ശൗലിന്റെ തൈലാഭിഷേകത്തിന് നന്നായിട്ട് വായിക്കേ. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പേടിക്കൊന്നും വേണ്ട. ഇത്രയും വായിച്ചു തന്നല്ലോ, വളരെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചു. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. ശൗല് മരിച്ചപ്പോ ദാവീദ് വിലാപകാവ്യം പാടുക. അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതി. ഇസ്രായേലിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി. അതൊക്കെ നടുങ്ങുക. ആ വാക്യം വായിക്കുമോ? ഇസ്രായേൽ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ. അയ്യോ പേടിയാ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൾപ്പക്കമുള്ളവൻ തേണ്ട കിടക്കുന്നു. ബെന്യാമീൻ ഗോത്രക്കാരൻ തേണ്ട കിടക്കുന്നു. ധനാഢ്യനായ കീശിന്റെ മകൻ തേണ്ട കിടക്കുന്നു. നടുങ്ങുക. അതുകൊണ്ട് ആ ദാവീദ് സങ്കീർത്തനത്തിൽ പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചെന്ന്. ശൗലിന്റെ മരണം കഴിഞ്ഞപ്പോൾ ദേശം കിടുകിട നടുങ്ങി. ശൗലിന്റെ മരണം എങ്ങനെയാന്നൊക്കെ വിസ്തരിക്കേണ്ടത് അതിന് ഇന്ന് മുതിരുന്നില്ല. നാളെ പകല് ദൈവം അനുവദിക്കുന്നെങ്കിൽ പറയാന്ന് ചിന്തിക്കുന്നു. സ്തോത്രം. എനിക്ക് നിങ്ങൾ പലരും വചനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്തത്. അല്ലെ ഞാൻ സൂക്ഷം 9 തന്നെ നിർത്തിയാനും. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി എടുത്തത്. ദൈവത്തിന് മഹത്വം. അവൻ വചനത്തിന് ശക്തിയുള്ളതാ. ഇത് അതിവേഗത്തിൽ ഓടുന്നതാ. ഇത് ക്രിയ ചെയ്യുന്ന വചനമാ. ഇത് സൗഖ്യം തരുന്ന വചനമാ. നിനക്ക് രൂപാന്തരം വരുത്തുന്ന വചനമാ. നിന്നെ ശക്തീകരിക്കുന്ന വചനമാ. ഇത് ഗുണീകരിക്കുന്ന വചനമാ. ഇളംപുല്ലി പെയ്യുന്ന മഞ്ഞ് പോല, ഇത് മാരി പോല, ഇത് അണ്ണാക്കിന് മധുരമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. ഉലയിലേക്ക് ശുദ്ധി ചെയ്യുന്നതാ. ഇന്ന് രാത്രി നിനക്ക് സൗഖ്യം തരുന്ന ദൈവത്തിന്റെ വചനമാ. നിന്റെ രോഗാത്മാവിനെ, നിന്റെ സകല കെടുതികളെ അടിച്ചു മാറ്റുന്ന ദൈവവചനം. ഇന്ന് രാത്രി പന്തല് തിരിച്ചു പോകരുത്. എല്ലാവരും സ്വോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതിവേഗത്തിലോടുന്ന വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം, നിന്റെ ബന്ധനങ്ങളെ അടിക്കുന്ന വചനം, കെട്ടുകളെ പൊട്ടിക്കുന്ന വചനം. അമ്പൽക്കട്ടി വാദിക്കടയ ഊടക്കമ്പല വെള്ളിക്കട്ടി ഊടച്ചാര ധീരപ്പെട്ട ഉടതുരാതരാതല. യേശുവിന്റെ നാമത്തിൽ ജയം. എല്ലാ പോരുകളും ഇന്ന് രാത്രി അറിയട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി. അടത്തുര തുകത്തുര അടവനെ വൈശസ് കൈഡി അർത്ഥരാജ വൈഡബല ബടബല ബടബല. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിന്നെ വിട്ടോടും. അവൻ നിന്നെ വിട്ട് ഓടണമെങ്കിൽ പൗലോസ് പറയാ, സർവായുധവർഗം ധരിച്ചോണം. സത്യം അരക്കി കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി രക്ഷകയുടെ ശിരസ്തലം പേറി ആത്മാവിന്റെ വാളെടുത്ത് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീരമ്പകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിധി കെടുത്ത് പോരാ. സകല പ്രാർത്ഥനയാല് യാതനയാല് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ പ്രാർത്ഥിച്ച് സർവായുധ വർഗധാരികളായി ഈ മലബാർ സൗത്ത് സോണിലുള്ള എല്ലാ കർത്തദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും ദൈവം കൃപ തരട്ടെ എന്ന് ആശീർവദിച്ച് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരപേക്ഷ, ദൈവത്തിന്റെ വലിയ കൃപയുള്ളത് കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ നിന്നത്. ഇനി ഒരു ചുവടുകൂടെ വെക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. എപ്പോഴും ഒക്കത്തില്ലെങ്കിൽ ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. അല്പസമയം അതിക്രമിച്ചു. നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. നിരാധികാരം നമ്മളെ കേൾപ്പിക്കുന്ന നല്ല വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണടയ്ക്കാം.